പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലിഹയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കാം. ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്, ചിന്തയിൽ പക്വമതികളെ പോലെ ആയിരിക്കുക. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രവൃത്തി നല്ലതാകാനായിട്ട് എപ്പോഴും ചിന്ത നല്ലതാണ്. പൗലോസ്ലീഹ പറയാണ്, ശിശുക്കൾക്കൊരിക്കലും പക്വതയോടെ ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രായമായവർക്ക്, മുതിർന്നവർക്ക് മാത്രമേ പക്വതയോടെ ചിന്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്ത് കാര്യം നമ്മൾ ചിന്തിക്കുന്നോ, എത്ര നന്നായി ചിന്തിക്കുന്നോ, അത്രയും നല്ല പ്രവൃത്തികളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 16-18 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നീന്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മയും ജീവനും ആഗ്രഹിക്കുന്നവരാണ്, തിന്മയും മരണവും ഒഴിവാക്കേണ്ടവരാണ്. ആകയാൽ ചിന്തകളിൽ എപ്പോഴും നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. ഒരു വീട്ടില് 2 കണ്ണാടി ഉണ്ടെങ്കിൽ ഒരു കണ്ണാടി വളരെ വൃത്തിഹീനമായിട്ടിരിക്കുകയും ആ കണ്ണാടിയിലൂടെ നമ്മളുടെ മുഖം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖവും വികൃതമായി കാണും. എന്നാൽ വൃത്തിയുള്ള ഒരു പ്രതലത്തിൽ കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ സൗന്ദര്യം മുഴുവൻ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളും, അസൂയയുടെ, വൈരാഗ്യത്തിന്റെ, അഹങ്കാരത്തിന്റെ തിന്മകൾ ഒഴിവാക്കിയാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കും. വചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:8-9 ഇപ്രകാരം അരുൾ ചെയ്യുകയാണ്: എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയും അല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ചിന്തകൾ, ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ചിന്തകള് എപ്പോഴും ഉയർന്നതാണ്, നിങ്ങളുടേതുപോലെ അല്ല. അപ്പം ചിന്തകൾ നല്ലതായാൽ നമുക്ക് നല്ല വഴികൾ തിരഞ്ഞെടുക്കാനും നല്ലത് പ്രവർത്തിക്കാനും സാധിക്കുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമാകുകയാണ്. ആകയാൽ നമുക്ക് ഇന്നത്തെ ദിവസം നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹല്ലേലൂയ.